ചില വിശ്വാസ സത്യങ്ങൾ. കൊച്ചുമോൻ, പള്ളിക്കപ്പറമ്പിൽ, ചിങ്ങവന. ഇരുവായ്ത്തലയുള്ള വാൾ. ദൈവവചനം ഇരുവായ്ത്തലയുള്ള വാളാകുന്നു എന്ന് എബ്രായർ 4:12 കാണുന്നു. ശിഷ്യന്മാരെ യേശുവിനോട്, ഇവിടെ 2 വാളുണ്ട് കർത്താവേ എന്ന്. അതിനുള്ള മറുപടിയായി യേശു മതിയെന്ന് ഉത്തരം പറയുകയും ചെയ്തു. ലൂക്കോസ് 22:38. നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം ഈ 2 വാള് എന്താണെന്നുള്ളതിനെക്കുറിച്ചാണ്. 1, ഇപ്പോൾ മടിശീലയുള്ളവൻ അത് എടുക്കട്ടെ, അപ്രകാരം തന്നെ സഞ്ചിയുള്ളവനും ഇല്ലാത്തവനോ തൻ്റെ വസ്ത്രം വിറ്റ് വാൾ കൊള്ളട്ടെ. ലൂക്കോസ് 22:36. ഇപ്രകാരം പറഞ്ഞ വാൾ എന്താണെന്നുള്ളതിനെക്കുറിച്ചുള്ള മർമ്മം ഗ്രഹിക്കുകയാണ് ഈ ലേഖനത്തിലെ പരാമർശന വിഷയം. സമീപകാലത്ത് നാസികനും യുക്തിവാദിയുമായ ജെയിംസ് കുറ്റിക്കാടിൻ്റെ ഒരു യൂട്യൂബിൽ യേശു ഒരു വിപ്ലവകാരനും മത തീവ്രവാദിയും ആയിരുന്നു, തൻ്റെ ഉപദേശം സ്വീകരിക്കാത്തവരെ വെട്ടിക്കൊല്ലണമെന്നും അതിനായി തങ്ങളുടെ വസ്ത്രം വിറ്റ് ആണെങ്കിൽ പോലും വാൾ വാങ്ങണമെന്നും തൻ്റെ ശിഷ്യന്മാരെ ഉപദേശിക്കുന്നുവെന്നാണ് ഈ വാക്യത്തിലുള്ള അർത്ഥമെന്ന് ഒരു കുപ്രചരണം കേൾക്കുവാനും കാണുവാനും കഴിഞ്ഞിട്ടും നാള് ഇതുവരെയുള്ള ഒരു സഭയിലെ ഒരു സുവിശേഷകന് പോലും പ്രതികരിക്കാൻ കഴിയാതെ പോയതിൽ ഖേദിക്കുന്നു. യേശുവിനെ റോമൻ സൈന്യം ചോദ്യം ചെയ്തപ്പോൾ അയാളുടെ വാൾ ഊരി ചെവി വെട്ടിയ പത്രോസിനോട് വാൾ എടുക്കരുതെന്നും വാൾ എടുക്കുന്നവൻ വാളാൽ നശിക്കുമെന്നും ഉപദേശിച്ചതിന് ശേഷം താഴെ വീണ ചെവിയെടുത്ത് ചേർത്ത് പിടിച്ച് സൗഖ്യപ്പെടുത്തിയത് മതതീവ്രവാദി അല്ലെന്നുള്ളതിൻ്റെ സത്യം നമ്മെ വെളിപ്പെടുത്തുന്നു. താൻ എപ്രകാരമുള്ള സുവിശേഷകനായിരുന്നു എന്നതിനുള്ള വചനപ്രകാരമുള്ള മറ്റ് തെളിവുകൾ നമുക്ക് പരിശോധിക്കാം. യേശുവും ശിഷ്യന്മാരും ശമരിയ പട്ടണത്തിൽ സുവിശേഷ പ്രചരണം നടത്തിയപ്പോൾ അവിടെയുള്ള ആളുകൾ അത് ചെവിക്കൊള്ളാൻ താല്പര്യം പ്രകടിപ്പിക്കാതെ കണ്ടപ്പോൾ ശിഷ്യന്മാർ യേശുവിനോട്, ഏലിയാവ് സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കിയ പ്രകാരം നമുക്കും സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കി ഇവരെ എല്ലാം നശിപ്പിച്ചു കളയാമെന്ന് ലൂക്കോസ് 9:54 അഭിപ്രായപ്പെട്ടപ്പോൾ യേശു അവരെ ശാസിച്ച ശേഷം, നിങ്ങൾ ഏത് ആത്മാവിന് അധീനരാണെന്നും മനുഷ്യപുത്രൻ വന്നത് മനുഷ്യനെ നശിപ്പിക്കാനല്ല രക്ഷിപ്പാനത്രേ വന്നതെന്ന മറുപടിയും താൻ സമാധാനകാംക്ഷിയായിരുന്നു എന്ന സത്യമാണ് വെളിപ്പെടുത്തുന്നത്. സുവിശേഷ വേലയ്ക്ക് പോകുന്ന തൻ്റെ ശിഷ്യന്മാരോട് മടിശീലയിൽ പൊന്നും വെള്ളിയും ചെമ്പും കരുതി വയ്ക്കരുതെന്നും യാത്ര പോകുമ്പോൾ 2 ഉടുപ്പും 2 ചെരുപ്പും 2 വടി പോലും എടുക്കരുതെന്ന് ലൂക്കോസ് 9:5 പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ തലയിലെ രോമം പോലും പൊഴിയുന്നത് അറിയുന്ന ദൈവം നിങ്ങളുടെ ആവശ്യ സമയത്ത് അവ നൽകുമെന്നതാണ് താൻ ഉദ്ദേശിച്ചത്. താൻ പഠിപ്പിച്ച കർത്തൃപ്രാർത്ഥനയിലും ഞങ്ങൾക്ക് ആവശ്യമുള്ള അന്നന്നത്തെ ആഹാരം നൽകണേ എന്നാണ് നാം പ്രാർത്ഥിക്കാറുള്ളത്. ആരെങ്കിലും നിങ്ങളുടെ ഉപദേശത്തിന് ചെവി കൊടുക്കാത്തവരായി കണ്ടാൽ നിങ്ങൾ അവരുടെ ഭവനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ പാദങ്ങളിൽ പറ്റിയ അവരുടെ പൊടി പോലും അവിടെ തന്നെ തട്ടിക്കളഞ്ഞിട്ട് പോരണമെന്നാണ് യേശു അവരോട് നിർദ്ദേശിച്ചത്. തൻ്റെ സുവിശേഷ വേലയ്ക്കുള്ളവരിൽ മടിശീലയുള്ളവരും സഞ്ചിയുള്ളവരും അല്ലെങ്കിൽ ധനം ഉള്ളവരും ധനം ഇല്ലാത്തവരും ഉണ്ടായിരുന്നു. അതിനാൽ ധനം ഇല്ലാത്തവരോട് തങ്ങളുടെ വില കൂടിയ വസ്ത്രം വിറ്റായാൽ പോലും സുവിശേഷ വേലയ്ക്ക് ബുദ്ധിമുട്ടും ക്ലേശങ്ങളും ആയവ സഹിക്കണമെന്നാണ് ഈ ഉപദേശത്തിൻ്റെ സാരം. അല്ലാതെ വിപ്ലവത്തിനുള്ള വാളെന്നല്ല അർത്ഥമാക്കുന്നത്. അവർ നാളെയെപ്പറ്റി ചിന്തിച്ച് പരിഭ്രാന്തരാകരുതെന്ന സത്യമാണ് യേശു അവർക്ക് കൊടുക്കുന്നത്. ഇപ്രകാരം തൻ്റെ ശിഷ്യന്മാർ പോലും വിപ്ലവ രീതിയാണോ സുവിശേഷ പ്രവർത്തനം നടത്തിയതെന്ന്
അതിനുള്ള മറ്റ് വചനങ്ങൾ നമുക്ക് പരിശോധിക്കാം. നിങ്ങളുടെ വാക്ക് അനുസരിക്കാത്തവരോടുള്ള സംസർഗം വിട്ട് അവനെ വേർതിരിക്കുവിൻ, എങ്കിലും ശത്രുവായി അവരെ കാണരുത്. 2 തെസ്സലോനിക്കർ 3:14. പിന്നെയോ സഹോദരനെ പോലെ അവരെ ഉപദേശിക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. റോമർ 16:17. നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായ ഉപദേശ പ്രചാരകരിൽ നിന്നും അകന്ന് മാറണമെന്ന് തീത്തോസ് 3:10. സഭയിൽ ഭിന്നത വരുത്തുന്നവനെ 1-2 പ്രാവശ്യം താക്കീത് നൽകിയ ശേഷം അവനെ ഒഴിവാക്കുകയാണെന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഇവിടെയെങ്ങും യേശുവിൻ്റെ ശിഷ്യന്മാർ പോലും മതതീവ്രവാദ വിപ്ലവകാരികളായിട്ട് കാണുന്നേയില്ല. ഇനി ലൂക്കോസ് 22:38 രണ്ടാമത്തെ വാള് എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണെന്നുള്ള പത്രോസിൻ്റെ വിശ്വാസമായ പാറമേൽ യേശു തൻ്റെ സഭയെ പണിതു. അത് സാത്താൻ്റെ പാതാള ഗോപുരങ്ങൾക്ക് നശിപ്പിക്കുവാൻ സാധിക്കാത്തവണ്ണം ബലപ്രകാരമാണ് പാറമേൽ അടിസ്ഥാനപ്പെടുത്തിയാണ് സ്ഥാപിച്ചത്. യെശയ്യാവ് 38:10 പാതാള ഗോപുരം എന്ന പാതാള ഗോപുരത്തിൻ്റെ അർത്ഥം നാശം സംഭവിക്കുക എന്നുള്ള, അല്ലെങ്കിൽ മരണം സംഭവിക്കുക എന്നുള്ള അർത്ഥം ക്ലിയറായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ക്രിസ്തു ആകുന്ന പാറമേൽ അപ്പോസ്തലന്മാരായ തൂണുകളാൽ പണിയപ്പെട്ടിരിക്കുന്ന സഭയുടെ അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങളായ വിശുദ്ധ ത്രിത്വം, ശിശുസ്നാനം, പുരോഹിതൻ, കൈവെപ്പ്, മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, വിശുദ്ധന്മാരോടുള്ള മധ്യസ്ഥത, വിശുദ്ധ കുർബാന, ഇവയ്ക്കെല്ലാം വിപരീത ഉപദേശം ആണ് സാത്താൻ്റെ തുറുപ്പുചീട്ട്. സാത്താൻ ആദ്യം മുതലേ നുണയൻ ആയിരുന്നു. അവൻ്റെ നുണയുടെ ഫലമാണല്ലോ നമ്മുടെ ആദ്യ പിതാവായ ആദാമിനെ പർദീസ നഷ്ടപ്പെട്ടത്. യേശു തൻ്റെ ജീവൻ കൊടുത്ത് സ്ഥാപിച്ച സഭയെ നശിപ്പിക്കുന്നതിന് സാത്താനും അവൻ്റെ ദൂതന്മാരും യേശുവിൻ്റെ സഭയുടെ ഉപദേശത്തിന് മായം കലർത്തി അതിൽപ്പെട്ടവരെ സഭയിൽ നിന്ന് പുറത്താക്കുകയാണ് സാത്താൻ്റെ ലക്ഷ്യം. യേശുവിനെ പോലും മലയുടെ മുകളിലും ദേവാലയ സ്തൂപ മുകളിൽ നിർത്തി തന്നെ വീണ് നമസ്കരിച്ചാൽ മതിയെന്ന മോഹം ജനിപ്പിച്ച പിശാചിന് സ്വന്തമായ ഒരു സഭയായി തീർത്താൽ ലഭിക്കുന്ന ദശാംശങ്ങളും നേർച്ചകളും വഴി ഉണ്ടാക്കാവുന്ന സാമ്പത്തിക ഉയർച്ച പലരെയും വഴിതെറ്റിക്കുന്നു. സാത്താൻ്റെ ദുരുപദേശം പ്രചരിപ്പിച്ച് സത്യസഭയിൽപ്പെട്ടവരെ അതിൽ നിന്ന് അടർത്തി മാറ്റി യേശു സ്ഥാപിച്ച സഭയിൽ ഭിന്നതകളുണ്ടാക്കുന്ന സന്ദേശകരായി പ്രവർത്തിക്കുന്നവർക്ക് ബൈബിളിൽ നിർവചിച്ചിരിക്കുന്ന പേരാണ് എതിർക്രിസ്തു അല്ലെങ്കിൽ അന്തിക്രിസ്തു എന്ന് അറിയപ്പെടുന്നത്. 2 യോഹന്നാൻ 1:7 ഇവരെപ്പറ്റി പ്രസ്താവിച്ചിട്ടുണ്ട്. ഇവർ യേശു നല്ല വിത്ത് വിതച്ച സഭയിൽ സാത്താൻ തൻ്റെ ദൂതന്മാരെ വിട്ട് കളവിത്ത് വിതയ്ക്കുമെന്ന് മത്തായി 13:25 മുമ്പേ പ്രവചിച്ചിട്ടുള്ളതായിരുന്നു. ഇവരിൽ പ്രധാനികൾ യഹോവ സാക്ഷി, ബ്രദർ, പെന്തിക്കോസ്ത്, സ്വർഗീയ വിരുന്ന്, ഇപ്രകാരമുള്ള മറ്റ് നൂതന പല സഭകളും ആകുന്നു. ഇവരുടെ പ്രവർത്തന നിമിത്തം ഒരു ഭവനത്തിൽ തന്നെ പല വിശ്വാസവും പ്രാർത്ഥന രീതികൾക്കും വ്യത്യസ്തരായിട്ട് വരുമ്പോൾ മനുഷ്യൻ തൻ്റെ അപ്പനോടും മകൾ അമ്മയോടും മരുമകൾ അമ്മാവി അമ്മയോടും ശത്രുക്കളായിത്തീരും. അതാണ് യേശു താൻ സമാധാനമുണ്ടാക്കുവാൻ വന്നു എന്ന് നിരൂപിക്കരുത്, സമാധാനമല്ല വാൾ വരുത്തുവാനത്രേ എന്ന് മത്തായി 10:34 അരുളിയിരിക്കുന്നത്. സാത്താൻ വെളിച്ച ദൂതൻ്റെ വേഷത്തിൽ
വെളുത്ത ജുബായും കറുത്ത പുസ്തകവും പിടിച്ച് ആടിൻ്റെ തോൽ ധരിച്ച ചെന്നായ്ക്കളെപ്പോലെ വരുമെന്ന് 2 കോരിന്ത്യർ 11:14 ഇവർ വചനങ്ങളെ വളച്ചൊടിക്കുമെന്ന് 2 പത്രോസ് 3:16 ഇവർ ക്രിസ്തുമതത്തിൽ നിന്ന് തന്നെ വിട്ടുപോയവരാണെന്ന് 1 യോഹന്നാൻ 2:10 ഇവർ പിശാചിൻ്റെ ദൂതന്മാരായവർ അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങണമെന്ന ഉദ്ദേശത്തോടുകൂടി വരുമെന്ന് 1 പത്രോസ് 5:8 കാണുന്നു. അവരോട് കുശലം പറയുകയോ അവരെ വീടുകളിൽ പ്രവേശിപ്പിക്കുകയോ ചെയ്യരുതെന്ന് 2 യോഹന്നാൻ 1:17 വെളിപ്പെടുത്തിയിരിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ പോലും നാം പലതരം ഉപദേശങ്ങൾ പാരിൽ മുളച്ചു വരുമെങ്കിലും നമ്മുടെ സഭയുടെ വിശ്വാസത്തിൽ നിൽക്കാത്തവർ ശപിക്കപ്പെട്ടവരാണെന്ന് നാമും ഏറ്റുപാടാറുണ്ടല്ലോ. അതിനാൽ ഇത്തരം ദുരുപദേശക്കാരെ സൂക്ഷിക്കുക. ബിവെയർ ഓഫ് ആൻറ്റി ക്രൈസ്റ്റ്. താങ്ക്സ്.